ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഒരൊറ്റ പെൻഡ്രൈവിൽ ബൂട്ടബിൾ ഇമേജായി സ്റ്റോർ ചെയ്ത് വയ്ക്കുവാനും ആവശ്യമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ കാണുന്ന രീതിയിൽ ബൂട്ട് ചെയ്യാനും സാധിക്കും. ഇവിടെ ഞാൻ ഉബുണ്ടു ആവശ്യമുള്ളപ്പോൾ ഉബുണ്ടു ബൂട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ വിൻഡോസ് 10 ആണ് ആവശ്യമെങ്കിൽ ഈ കാണുന്ന രീതിയിൽ വിൻഡോസ് 10ഉം ബൂട്ട് ചെയ്തെടുക്കുവാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. ഒരൊറ്റ ബൂട്ടബിൾ പെൻഡ്രൈവിൽ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എങ്ങനെ റൈറ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്നാണ്. അപ്പോൾ അത് തന്നെ മൾട്ടിപ്പിൾ ബൂട്ടബിൾ പെൻഡ്രൈവ്. സോ ഫ്രണ്ട്സ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ഗെറ്റിംഗ് ദ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ്. ഫ്രണ്ട്സ്, ആദ്യകാലങ്ങളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ ട്രിബിൾ ഷൂട്ടിങ്ങിനോ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ CDs ആൻഡ് DVDs ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അത് പെൻഡ്രൈവിൽ ബൂട്ടബിൾ പെൻഡ്രൈവിലേക്ക് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ബൂട്ടബിൾ പെൻഡ്രൈവിൽ ഇനി എത്ര തന്നെ മെമ്മറി സ്പേസ് ഉണ്ടെങ്കിലും ഒരൊറ്റ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബൂട്ടബിൾ ഇമേജ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനാൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെൻഡ്രൈവിൽ നിന്നും ഇറേസ് ചെയ്ത് കളഞ്ഞ് മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബൂട്ടബിൾ ഇമേജ് ആ പെൻഡ്രൈവിൽ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ ആ ബൂട്ടബിൾ പെൻഡ്രൈവിൽ സൂക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ ഇവിടെ ഞാൻ ഒരൊറ്റ പെൻഡ്രൈവിൽ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അതുപോലെ നിങ്ങളുടെ ഡാറ്റയും എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. അതിനായി ഞാനിവിടെ 2 Multiboot USB ക്രിയേറ്റർ സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുകയാണ്. ഫസ്റ്റ് വൺ ഈസ് YUMI ആൻഡ് സെക്കൻഡ് വൺ ഈസ് Ventoy. ഇതിൽ YUMI ആദ്യം തന്നെ റിലീസായ സോഫ്റ്റ്വെയർ ആണെങ്കിലും Ventoy അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര എഫിഷ്യൻ്റ് അല്ല. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ് കുറച്ച് ഡിഫിക്കൽട്ടുമാണ്. അതുപോലെ തന്നെ Uefi വേരിയൻറ്റിന് വേണ്ടി റൈറ്റ് ചെയ്ത ബൂട്ടബിൾ പെൻഡ്രൈവ് നിങ്ങൾക്ക് ലെഗസി മോഡ് വേരിയൻറ്റിന് വേണ്ടിയുള്ള സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഞാനിവിടെ Ventoy ബൂട്ടബിൾ ഇമേജ് ക്രിയേറ്റർ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. Ventoy മൾട്ടിബൂട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ Ventoy എന്ന് സെർച്ച് ചെയ്യുക. ദെൻ ventoy.net എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് കിട്ടും. അവിടെ പോയി കഴിഞ്ഞാൽ Ventoyനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നിങ്ങളുടെ കാണാൻ വേണ്ടി പറ്റും. Ventoy ഏതാണ്ട് 700+ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ iOS ഇമേജ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ Ventoy ഒരു ഓപ്പൺ സോഴ്സ് പ്രൊഡക്റ്റ് ആണ്, ഫാസ്റ്റ് റൈറ്റിംഗ് ആണ്. നിങ്ങളുടെ ഒരുപാട് അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഡൗൺലോഡ്സ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് 3 സബ് ലിങ്ക്സ് കാണാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയർ വിൻഡോസിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, ലിനക്സിന് വേണ്ടിയുള്ളതുണ്ട്, അതുപോലെ ലൈവ് CD. സോ നിങ്ങളുടെ സിസ്റ്റം ലിനക്സിനകത്താണ് നിങ്ങൾ ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കുന്നതെങ്കിൽ ലിനക്സ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ഞാനിവിടെ വിൻഡോസിനകത്താണ് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ വിൻഡോസിൻ്റെ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു. ഇവിടെ Ventoy 1.046 വിൻഡോസ് വേർഷൻ ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യുകയാണ്. ചെറിയ സോഫ്റ്റ്വെയർ ആണ്, 12.5 MB സൈസുള്ള ചെറിയ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഫോൾഡറിൽ പോയി ഡൗൺലോഡ് ഫോൾഡറിൽ പോയി അത് എക്സ്ട്രാക്ട് ചെയ്യുക. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല, പോർട്ടബിൾ സോഫ്റ്റ്വെയർ ആണ്. സോ Ventoy എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അവിടെ Ventoy ടു ഡിസ്ക്, അതായത് ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ പെൻഡ്രൈവിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നിങ്ങളുടെ പെൻഡ്രൈവിൽ ഈ Ventoy സോഫ്റ്റ്വെയർ ഒരു ബൂട്ടബിൾ സോഫ്റ്റ്വെയറായി വർക്ക് ചെയ്യും. So first step is plug your pen drive. ഒരു ലാർജസ്റ്റ് സൈസിലുള്ള പെൻ ഡ്രൈവ് ആണെങ്കിൽ നല്ലതാണ്. Plug your pen drive in your system. Then install എന്നുള്ള ബട്ടൺ വെച്ച് Ventoy സോഫ്റ്റ്വെയർ പെൻ ഡ്രൈവിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പെൻ ഡ്രൈവിനകത്തുള്ള എല്ലാ ഡാറ്റയും ഫോർമാറ്റ് ചെയ്യപ്പെടുന്നതാണ്.
ക്വിക്കായി തന്നെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ നിങ്ങളുടെ ഫയൽ എക്സ്പ്ലോറിൽ നോക്കിക്കഴിഞ്ഞാൽ വെൻറ്റോയ് എന്നുള്ള ഒരു ഡ്രൈവ് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ കാണുന്ന ഡ്രൈവ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ISO ഫയൽസ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും ISO ഫയൽസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഞാൻ ഇവിടെ ഉബുണ്ടുവിൻ്റെ ഡൗൺലോഡ് ചെയ്യാൻ ഉബുണ്ടുവിൻ്റെ വെബ്സൈറ്റിൽ കയറുകയാണ്. ഞാൻ ഇതൊക്കെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. അതുപോലെ വിൻഡോസ് 10ൻ്റെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ വിൻഡോസ് 10ൻ്റെ മൈക്രോസോഫ്റ്റ് സൈറ്റിൽ കയറുക, ഡൗൺലോഡ് കൊടുക്കുക. അതിൻ്റെയും ISO ഇമേജ് നിങ്ങളുടെ സിസ്റ്റത്തിനകത്തേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. അതുപോലെ കാലി ലിനക്സോ മറ്റേതെങ്കിലും വേർഷൻ വേണമെങ്കിൽ ആ ലിനക്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇത് എക്സാമ്പിളിന് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി സിസ്റ്റത്തിനകത്ത് എല്ലാ ഇമേജസും ISO ഇമേജസും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും വിൻഡോസ് 10, വിൻഡോസ് 7, ഉബുണ്ടു 20, 18, 16, കാലി ലിനക്സ് എല്ലാം ഉണ്ട്. ഇനി ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം നിങ്ങളുടെ വെൻറ്റോയ് പെൻഡ്രൈവിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. വേറെ റൈറ്റിംഗ് പ്രൊസീജിയർ ഒന്നുമില്ല. ആവശ്യമുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും copy and drag into the pen drive, that Ventoy space. Initially blank space ആയിരിക്കും. ഞാനിവിടുന്ന് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, ഇവിടെ ഡ്രാഗ് ചെയ്യുന്നു. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ISO ഫയലിൻ്റെ സൈസ് അനുസരിച്ച് ഇതിൻ്റെ ടൈം പ്രോഗ്രസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സപ്പോസ് ഇതിനകത്ത് സ്പേസ് ഇല്ല എങ്കിൽ ആ വാർണിംഗ് വരും. സ്പേസ് ഇല്ല എന്നുള്ള വാർണിംഗ് വരും. ഇവിടെ ചെറിയൊരു പെൻഡ്രൈവാണ് ഡെമോൺസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. വലിയ സ്പേസുള്ള പെൻഡ്രൈവ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര 32 GB ഒക്കെ ഉള്ള സ്പേസുള്ള പെൻഡ്രൈവാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ISO ഫയൽസ് റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ഞാൻ 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അതിൻ്റെ ISO ഫയൽസ് വെൻറ്റോയ് വെൻറ്റോയ് പെൻഡ്രൈവിനകത്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ 2 വെൻറ്റോയ് പെൻഡ്രൈവ് കാണാൻ വേണ്ടി പറ്റും. രണ്ട് വെൻറ്റോയ് പാർട്ടീഷൻ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ വെൻറ്റോയ് ഡ്രൈവ് എന്നുള്ളതാണ് നിങ്ങളുടെ ISO ഫയൽസ് ഉള്ള സ്പേസ്. ആക്ച്വലി നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു വെൻറ്റോയ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒരു സെപ്പറേറ്റ് ഡ്രൈവായി സെപ്പറേറ്റ് പാർട്ടീഷനായി ക്രിയേറ്റ് ചെയ്യും. സോ ആ പാർട്ടീഷനാണ് ഈ കാണുന്ന വെൻറ്റോയ് EFI. അവിടെയാണ് വെൻറ്റോയ് സോഫ്റ്റ്വെയർ ഉണ്ടാവുക. ആ വെൻറ്റോയ് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ബൂട്ടിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴാണ് നിങ്ങളുടെ വെൻറ്റോയ് പെൻഡ്രൈവിനകത്തുള്ള എല്ലാ ബൂട്ടബിൾ ISO ഫയൽസും ലിസ്റ്റ് ചെയ്ത് കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ISO ഫയൽസിൽ അതേ സ്പേസിൽ തന്നെ നിങ്ങളുടെ ഡാറ്റാസും ഫോൾഡേഴ്സും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ബൂട്ടബിൾ പെൻഡ്രൈവ് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ സിസ്റ്റത്തിലേക്ക് പെൻഡ്രൈവ് പ്ലഗ് ഇൻ ചെയ്യുക. USB വഴി ബൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ സിസ്റ്റത്തിൻ്റെ ബൂട്ടബിൾ കീ പ്രസ് ചെയ്യുക. F12, F10, F11, F1 ഇത് ഏതെങ്കിലും ആയിരിക്കും കീ. ഈ ബൂട്ട് മെനുവിൽ നിങ്ങളുടെ USB പെൻഡ്രൈവ് സെലക്ട് ചെയ്യുക. സോ ബൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ലിസ്റ്റും ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഉബുണ്ടു ആണ് ആവശ്യമെങ്കിൽ ഉബുണ്ടു സെലക്ട് ചെയ്യുക. ബൂട്ടിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വിൻഡോസ് 10 ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ട്രബിൾ ഷൂട്ടിങ്ങിനായിക്കോട്ടെ ഇൻസ്റ്റാൾ ചെയ്യാനായിക്കോട്ടെ വിൻഡോസ് 10 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോസ് 10ൻ്റെ ബൂട്ടബിൾ ഇൻസ്റ്റാളർ കാണാൻ വേണ്ടി പറ്റും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതെങ്കിലും കേസിൽ നിങ്ങൾ പ്രസ് ചെയ്യുന്ന മെനു അല്ലെങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നില്ല എങ്കിൽ സിസ്റ്റം ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും ബൂട്ട് ചെയ്യുക. ഇറ്റ് വിൽ വർക്ക് പ്രോപ്പർലി. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ please subscribe my channel and press the bell icon. And thanks for watching the video. Bye.